ഹായ്, എനിക്ക് മുമ്പ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക ഈ ചോദ്യങ്ങളായിരിക്കും അല്ലേ. ഒരു ചോദിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടോ. വേറെ ഒന്നുമല്ല നമ്മളോട് ചോദിക്കുന്നത് എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ, എന്ന് തൊട്ട്, എന്തിന്, എവിടേക്ക്, എങ്ങനെയൊക്കെയാണോ എന്നും തുടങ്ങി എത്രയോളം ചോദ്യം ചോദിക്കാൻ പറ്റും അത്രത്തോളം ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും തന്നെ ഇപ്പോൾ ഇത് നേരിട്ടുകൊണ്ടിരിക്കുക അല്ലേ. പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ഈ പറഞ്ഞ മാർച്ച് 26 സ്കൂളിലെ സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഘോഷിച്ച് ഹോളിയൊക്കെ ആഘോഷിച്ച് സെറ്റായിട്ട് ഇങ്ങനെ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് നടക്കായിരിക്കും. നോമ്പാകുമ്പോൾ അതിൻ്റെ കുറച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടാവും. എന്ത് തന്നെയാലും വെക്കേഷൻ മൂഡിലാണ് ഇപ്പോൾ എല്ലാവരും എന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ പൊതുവെ നമ്മളോട് 2 മാസം കഴിഞ്ഞ് ഈ പറഞ്ഞ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാകുമ്പോൾ നമ്മളോട് ഒരു ചോദ്യം വരും, എടാ ഇനി എന്താ ചെയ്യുന്നതെന്ന്. എന്താ ചോദിക്കുന്നത്? എടാ ഇനി എന്താ നീ ചെയ്യുന്നത്, അല്ലെങ്കിൽ എടാ ഇനി നിൻ്റെ പ്ലാൻ എന്താ ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക. പ്ലസ് ടു കഴിഞ്ഞു, എല്ലാവരും എന്താ പോകണ, അവൻ ഡിഗ്രി പഠിക്കാൻ പോകുന്നുണ്ട്, ഞാനും ഡിഗ്രി പഠിക്കാൻ പോവാണ്. ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ പറയും അവരിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഈ ഒരു മറുപടിയാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ, ഇങ്ങനൊരു മറുപടിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ തന്നെയാണ് പ്ലാൻ ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം, ദൈവത്തിൻ്റെ ഭാഗം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഭാഗം അല്ലേ, താൻ പാതി ദൈവം പാതി എന്ന് പറയും. ദൈവം എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യാതെ വെറുതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പണ്ട് പടച്ചോൻ്റെ ചോറ് എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2016 പ്ലസ് ടു ഞാനും ഇതുപോലെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാനും നേരിട്ടിരുന്ന ചോദ്യം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്തു ഡിഗ്രി നന്നായിട്ട് പഠിക്കണം, എക്കണോമിക്സിൽ തന്നെ ഡിഗ്രി പഠിക്കണം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷേ അന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CUT പരീക്ഷയല്ല. CUT പരീക്ഷ ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും പ്രത്യേകം ഫീസ് അടച്ച് പ്രത്യേകം പരീക്ഷ എഴുതി ഒരു പരീക്ഷയുടെ സീരീസ് മുഴുവൻ എഴുതേണ്ടി വരും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല അവസരം എന്ന് പറഞ്ഞാൽ CUT എക്സാം 2024 ഇതിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ എൻട്രൻസ് ടെസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറഞ്ഞല്ലേ, ഈ ഒരൊറ്റ എൻട്രൻസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്ക്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്, ഇതിനൊക്കെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇത് വലിയൊരു ചാൻസാണ് മക്കളെ. പറയാൻ കാരണം എന്തോ സിമ്പിളായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ സാധാരണ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഒക്കെ കിട്ടണം അല്ലേ. എന്താ ഇതിനാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? തലശ്ശേരി ദം ബിരിയാണി കുറച്ച് ഫാൻസ് കൂടുതലാണ്. ബിരിയാണി എന്നതിനേക്കാൾ തലശ്ശേരി ദം ബിരിയാണി എന്ന് പറയുമ്പോൾ എന്താ അതിന് കുറച്ച് ഫാൻസ് കൂടാൻ കാരണം അതിനൊരു നല്ല പേരുണ്ട്, അത് മാത്രമല്ല കുറച്ച് ഫ്ലേവേഴ്സിൽ മാറ്റുണ്ട്. അതേപോലെ ഹൈദരാബാദ് അല്ല ദം ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ടല്ലോ മക്കളെ. അതേപോലെ തന്നെയാണ് നമ്മൾ സാധാരണ നാട്ടിൻപുറത്തെ ഒരു കോളേജിൽ നിന്നും ഡിഗ്രി പാസ്സായിട്ട് ഇറങ്ങുന്ന നിങ്ങൾ, അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആവട്ടെ, എയ്ഡഡ് കോളേജ് ആവട്ടെ, ഇനി ഗവൺമെൻറ് കോളേജ് ആവട്ടെ, എങ്ങനെയാണെങ്കിലും അവിടെ നിന്നും ഡിഗ്രി പാസ്സായിട്ട് ഇറങ്ങുന്ന നിങ്ങളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന നിങ്ങളും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഞാൻ ആനയെ പോലെ വളർന്നു പോകണോ അതോ ആടിനെ പോലെ നാട്ടിൻപുറത്തായിട്ട് നടക്കണം എന്നുള്ള കാര്യം നിങ്ങളെ തീരുമാനിക്കണേ. നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു കരിയർ കാത്തിരിക്കുന്നതിന് ഇവിടെ CUT എക്സാം ക്ലിയർ ചെയ്യുന്ന വഴി. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മുന്നോട്ട് വീണ്ടും സക്സസ്ഫുൾ ആയിട്ട് പോകാൻ കഴിയട്ടെ. നിങ്ങളുടെ എക്സാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പരീക്ഷ എന്തിനും ഉഷാറാക്കി എഴുതണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസും നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ മാർഗ്ഗനിർദ്ദേശം ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എജുപോർട്ട് CUT ചാനലിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.